എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, അതായത് ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒത്തിരി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്താണ് എന്ന് മാത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ, താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ, കോളല്ല. കോൾസ് എടുക്കുന്നില്ല, മെസ്സേജസ് മാത്രമാണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആളുകൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം, നിങ്ങൾ അധികം സംസാരിക്കുന്ന വ്യക്തികളല്ല, അല്ലെങ്കിൽ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല എന്നാളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാറേ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ സംസാരിക്കാറുണ്ട്, സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടവുമായിരിക്കാം. പക്ഷെ അധികം നിങ്ങളങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളല്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയ ഉടനെ കയറി അങ്ങോട്ട് പോയി മിണ്ടുന്ന ഒരാളായിരിക്കില്ല മേ ബി നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്കിനി പരിചയമുള്ള ആളായിക്കോട്ടെ, പക്ഷെ പെട്ടെന്ന് കുറച്ച് നാളിന് ശേഷമാണ് നിങ്ങൾ അവരെ കാണുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ കുറച്ചൊരു മടി ഉള്ളതായിട്ട് ആളുകൾക്ക് തോന്നാറുണ്ട്. അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ പൊതുവേ അങ്ങനെ വലിയ താല്പര്യം ഇല്ല എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണെങ്കിലും ശരി, ആദ്യം നിങ്ങളങ്ങനെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ അധികം താല്പര്യം കാണിക്കാറില്ല. നിങ്ങൾക്ക് അവരോട് പരിഭവം ഉണ്ടെന്നല്ല, നിങ്ങൾക്ക് അവരോട് ഒരു പരിഭവം ഉണ്ടാവില്ല. മേ ബി നിങ്ങൾ ചിരിക്കുമായിരിക്കാം, കാണുമ്പോൾ സന്തോഷത്തിൽ ചിരിക്കുമായിരിക്കാം. പക്ഷേ എങ്കിലും സംസാരിക്കുക എന്നുള്ളത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ അധികം സംസാരിക്കുന്ന വ്യക്തികളല്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ തന്നെ അധികം ഇഷ്ടമുള്ള ആൾക്കാരല്ല എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ. ചിരിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്ന് മേ ബി ചിലർ മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ചിരിക്കാൻ പോലും നിങ്ങൾക്ക് മടിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതായത് നിങ്ങളെ കുറ്റം പറയുമല്ല, ഓരോരുത്തരുടെ എന്താ പറയുക, ചിലർക്ക് ഒരുപാട് ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ചിലർ അങ്ങനെ വെറുതെ ചിരിക്കാന്ന് വെച്ചാൽ പൊട്ടിച്ചിരിക്കുക എന്നുള്ളതല്ല, വെറുതെ ചിരിക്കില്ലേ, അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ആൾക്കാരല്ല എന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയാണ് എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഈ ചിരിക്കുന്ന കാര്യം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ബട്ട് അത് വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് റെസനേറ്റ് ആവുന്നുണ്ടായിരിക്കും. ഈ റീഡിങ് കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് റെസനേറ്റ് ആവുന്നുണ്ടാവാം. മേ ബി ചിലരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ചിരിക്കാൻ എന്തെങ്കിലും ഒരു മടിയുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എനിക്ക് ആ ഒരു സന്ദേശം എനിക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഈ ചിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഈ ചിരിക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല എന്ന്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ ചിരിക്കുമായിരിക്കാം, പക്ഷേ ആ ഒരു ചിരിയിൽ ഒരു സന്തോഷം ഇല്ലാത്ത പോലെ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും. മേ ബി നിങ്ങൾ ചിരിക്കുമായിരിക്കാം, പക്ഷേ ആ ഒരു ചിരിയിൽ ഒരു സന്തോഷം എവിടെയോ കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ കുറവുള്ളതുപോലെ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഓരോരുത്തർ ചിന്തിക്കുന്നതാണ്. അത് നമ്മുടെ തെറ്റല്ല, അവിടെയും തെറ്റല്ല. അവർക്ക് അങ്ങനെ തോന്നുന്നു, അവർക്ക് കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ആ ഒരു ചിരി അല്ലെങ്കിൽ സംസാരം എന്നുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് ചിരിയുടെ ഒരു എനർജി എനിക്ക് വളരെ ശക്തമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും
അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ഈ റീഡിങ് കാണുന്ന ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്. അതുകൊണ്ടാണ് ആ ഒരു എനർജി ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത്, നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം, പ്രത്യേക ഒരു കോൺഫിഡൻസ് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ആൾക്കാർ നിങ്ങളെ കാണുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിലും നിങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജിയൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. അല്ലാത്തപ്പോഴും തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലുണ്ട്, എല്ലാവരിലും ഉണ്ട്. നിങ്ങളിലെന്ന് പറയുമ്പോൾ എല്ലാവരിലും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിൽക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഒന്നും കൂടി കൂടുന്നതായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം ഒന്നും കൂടി കൂടുന്നതായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ പ്രത്യേകമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവുന്നുണ്ടാവും. എല്ലാവരും അവരുടെ ഫാമിലിയോടൊപ്പം നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ. എന്നാലും ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇത് മേ ബി റെസനേറ്റ് ആവുന്നുണ്ടാവാം തീർച്ചയായിട്ടും അല്ലേ? നമ്മുടെ ഫാമിലിയോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. എന്തായാലും നമ്മുടെ ഫാമിലിയോടൊപ്പം എല്ലാവരോടും നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അല്ലാത്തപ്പോഴും നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഫാമിലിയോടൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് കുറച്ച് അത് കുറച്ച് കൂടുതൽ തന്നെയാണ് അല്ലേ? ഇതൊക്കെ ആളുകൾ ചിന്തിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിങ്ങളധികം ചിരിക്കാത്ത ആളുകളായിരിക്കാമെന്ന്, അല്ലെങ്കിൽ ചിലരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാവർക്കും അത് റെസനേറ്റ് ആവുന്ന ഒരു കാര്യമായിരിക്കില്ല എന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ഒരുപാട് ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എപ്പോഴും കൂടുതൽ സമയവും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ സമയത്ത് ഇല്ലല്ലോ, എല്ലാവരും എനിക്കറിയാവുന്നവരെ കാണുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ടല്ലോ, പൊതുവേ ഞാൻ അങ്ങനെ ചിരിക്കുന്ന വ്യക്തിയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചിരിക്കുന്ന വ്യക്തികളാണെങ്കിലും അല്ല, എപ്പോഴും നിങ്ങളങ്ങനെ ചിരിക്കാറില്ല. പക്ഷെ നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. ആര് ചിരിച്ചാലും, ഇപ്പോൾ ഏതൊരു വ്യക്തി ചിരിച്ചാലും ആ ചിരിയിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ നിങ്ങൾ ചിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ പോലും ചിരിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നിങ്ങളങ്ങനെ ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ചിരി, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ചിരിക്കുന്ന ആൾക്കാരല്ല, വല്ലപ്പോഴും ചിരിക്കാറുണ്ട്, അങ്ങനെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ ആ ചിരി കാണാൻ വളരെ മനോഹരമാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. എല്ലാവരുടെ ചിരിയും വളരെ മനോഹരമാണ് കേട്ടോ, ഒരു വ്യക്തിയുടെ മാത്രമല്ല, എല്ലാവരുടെ ചിരിയും വളരെ മനോഹരമാണ്. അപ്പോൾ നിങ്ങളുടെ ആ മനോഹരമായ ചിരി മനോഹരമാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അധികം ചിരിക്കാത്ത വ്യക്തികളാണ്, പക്ഷേ നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചിരി എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയും ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ. ഒരു വ്യക്തി ചിരിക്കുമ്പോൾ, ആ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ മറ്റൊരാൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി തന്നെ, അല്ലെങ്കിൽ നിങ്ങളും സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ വിചാരിക്കാറുണ്ട് നിങ്ങളെപ്പോഴും ഇതുപോലെ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം എന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും നിങ്ങളെ അറിയാവുന്നവരും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളത്. അല്ല, നിങ്ങൾ അധികം ചിരിക്കുന്ന വ്യക്തികളല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണം കേട്ടോ എന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ മനസ്സിലെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിരിക്കുമ്പോൾ ആര് ചിരിച്ചാലും ഞാൻ പറഞ്ഞില്ലേ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ട്, പക്ഷെ ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചിരിക്കുന്ന ആളാണെങ്കിലും ചിരിക്കാത്ത ആളാണെങ്കിലും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം
എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഈ ചിരിയെപ്പറ്റി മാത്രം പറയുന്നു എന്ന് വിചാരിക്കരുത്. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സന്ദേശമായതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ലഭിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള സന്ദേശമാണ്. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെയാണ്. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത്, നിങ്ങൾ സൗഹൃദത്തിന്, അതായത് ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ സൗഹൃദത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് വളരെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അല്ല ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾ സൗഹൃദത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സന്ദേശം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ വളരെയധികം സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായി നിങ്ങൾ ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അത് ആളുകൾ ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാലും ആളുകളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത്, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതായത് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു സന്ദേശം എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഒത്തിരി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിവിടെ ലഭിച്ച സന്ദേശങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആളുകൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.